ഹലോ ഗൈസ്, വെൽക്കം. നമുക്കിതൊരു സെമിനാർ തയ്യാറാക്കിയാലോ? ബയോളജിയുടെ സെമിനാറാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ കുറേ പിക്ചർ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ പിക്ചറാണ് ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത്. ആദ്യം സ്കെച്ച്, സ്കെയില്, കത്രിക, പെൻസില്, പശ, പേന എന്നിവയാണ് നമുക്ക് അത്യാവശ്യം. പിന്നെ ഒരു പേപ്പറിൽ നോട്ടെന്നും പറഞ്ഞൊരു ചെറിയ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതൊരു സഹായകമാവുമെന്ന് വിചാരിച്ചാണ് നിങ്ങൾക്കും കൂടെ ഒന്ന് അയച്ചു തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ നേരം ഈ സെമിനാറൊക്കെ തയ്യാറാക്കണമെന്ന് പറയും. അപ്പം നമുക്ക് ഡിസൈനൊക്കെ പെട്ടെന്ന് ഓർമ്മ വരത്തില്ല. അപ്പോഴാണ് നമ്മൾ ഫോൺ നോക്കുന്നത്. അതിനെ എൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും വരയ്ക്കണം. പിന്നെ ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡിസൈൻ അതുപോലെ ഒരു നോട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ചില വീഡിയോസിലൊക്കെ കാണാറുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പേന വെച്ചാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പേന ഉപയോഗിക്കുന്നത്. പിന്നെ നോട്ടിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് ഞാൻ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത്. അപ്പച്ചിയാണ് ക്യാമറ പിടിച്ചിടുന്നത്, വേറെ ആരുമില്ല. പ്രത്യേകിച്ച് എനിക്ക് സ്റ്റാൻഡൊന്നുമില്ല കേട്ടോ. അല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് തരാൻ മറക്കരുത്. പിന്നെ ഇനിയാണ് നമ്മുടെ സ്കെച്ചിൻ്റെ അത്യാവശ്യം. നമ്മൾ ബ്ലാക്കാണ് എടുക്കുന്നത്. ബ്ലാക്ക് വെച്ച് നമ്മൾ ബയോളജി എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് താഴെ ഷെയ്ഡാണ് ചെയ്ത് കൊടുക്കുന്നത്. പെൻസിൽ വെച്ചാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളങ്ങനെ ഫുൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് കളറൊക്കെ അത്യാവശ്യം. അങ്ങനെ ഞാൻ ഫുൾ കളർ വരച്ചിട്ടുണ്ട്. ഇനി ബോർഡറാണ് വരയ്ക്കേണ്ടത്. ബോർഡർ നമ്മൾ കറുത്ത കളർ കൊണ്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ ബോർഡർ വരച്ച് കൊടുക്കുകയാണ്. ബോർഡറിൽ തന്നെ നല്ലൊരു ക്രാഫ്റ്റിൻ്റെ നല്ല ഐറ്റംസൊക്കെ ഞാൻ ചേർത്താണ് വരയ്ക്കുന്നത്. ആ പടത്തിൽ തന്നെ ഉള്ള പോലൊന്നുമല്ല, ചെറിയ ഡിഫറൻസൊക്കെ ഉണ്ട് എൻ്റെ പടത്തിൽ. അപ്പോൾ നിങ്ങൾക്കൊന്ന് നല്ലൊരു ഇത് വരാനായിട്ടാണ് ഞാൻ മറ്റേ പടവും കൂടെ കാണിച്ചത്. അപ്പോൾ ഞാനാണെങ്കിൽ അതിനായിട്ട് പച്ച കളർ ഇങ്ങനെ ലീഫ് അതിലിങ്ങനെ വളർന്നു നിൽക്കുന്നതായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് സൈഡിൽ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതുപോലെ ലീഫ് വരച്ചു കൊടുക്കണം. ഇത് നിങ്ങൾക്ക് ഹെൽപ്പായിരിക്കും. കാരണം ഇതുപോലെ നിങ്ങൾക്ക് സെമിനാറൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂട്യൂബിൽ കുറേ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി ഞാൻ ഈ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇട്ട് തരുന്നത്. അങ്ങനെ നമ്മൾ മേളിലിങ്ങനെ പാമ്പിങ്ങനെ ഇഴഞ്ഞു പോകുന്ന പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ ഡാർക്ക് പച്ച കളറാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിന് നടുക്കായിട്ട് ആ ഹോള് വരുന്നതാണ് ഞാൻ ഡാർക്ക് പച്ച അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എല്ലായിടത്തും ഞാനങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ വശത്തും ഞാൻ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നോട്ടാണ് ചെയ്യേണ്ടത്. ഞാനങ്ങനെ നോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് അത്യാവശ്യമായിട്ട് ഇനി വേണ്ടത് പേപ്പറാണ് കേട്ടോ. A4 സൈസ് പേപ്പർ. അങ്ങനെ A4 സൈസ് പേപ്പറിൽ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു.